അങ്ങനെ പ്രൊഡക്റ്റർ കില്ലർ ഓഫ് കില്ലേഴ്സ് ഒരു കിഡിലെ ആനിമേഷൻ മൂവി കണ്ടു. ഇതൊരു ആനിമേഷൻ മൂവായിട്ട് മാറ്റിയെത്തേണ്ട സംഭവമല്ലേ മക്കളെ, ഒരു കിഡിലൻ സിനിമയാണ്. ഈ പ്രൊഡക്റ്റർ ഫ്രാൻചൈസ് എല്ലാവരും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ പ്രൊഡക്റ്റർ ഫ്രാൻചൈസിൽ തന്നെ വരുന്നൊരു സിനിമയാണ്. സോ ഇതിന് മുമ്പ് ഒരു പ്രേ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. പ്രൊഡക്റ്ററിന്റെ ലേറ്റസ്റ്റ് മൂവിയാണ്. സോ ഒരു പ്രേ എന്ന് പറഞ്ഞ സിനിമയിൽ കാണിക്കുന്ന ഒരു ട്രൈബൽ ഏരിയയിൽ ഒരു പ്രൊഡക്റ്റർ വന്നാൽ എങ്ങനെ ഉണ്ടാവുന്നതാണ് സിനിമയിൽ കാണിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഒരു സിനിമയിൽ 3 ഏറയാണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ വൈക്കിംഗ് ഏറ, രണ്ടാമത്തെ ഒരു സാമുറായി ഏറയും, പിന്നെ മൂന്നാമത്തെ ഒരു പൈലറ്റ് ഏറയാണ്. അതായത് ഒരു 90s നടക്കുന്ന ഒരു കഥയാണ്. ഒരു 3 എപ്പിസോഡ് സീരീസ് കണ്ട ഫീൽ എനിക്ക് ഈ സിനിമ നൽകിയത്. ആൻഡ് ആക്ച്വലി ഒരു പ്രൊഡക്റ്റർ സിനിമ കണ്ടൊരു ഫീലേ അല്ല, ഒരു കിഡിലിന് ഒരു ആക്ഷൻ സീരീസ് കണ്ടൊരു ഫീൽ എനിക്ക് സിനിമ നൽകിയിട്ടുള്ളത്. ആൻഡ് ഇതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ള വെച്ചാൽ ഈ പ്രേ എന്നുള്ള സിനിമ നിങ്ങൾ എന്തായാലും കണ്ടിരിക്കണം. അതിൻ്റെ ഒരു സീക്വലായിട്ടാണ് ഈ പ്രൊഡക്റ്റർ കില്ലർ ഓഫ് കില്ലേഴ്സ് എന്ന സിനിമ വരുന്നത്. അത് നിങ്ങൾക്ക് ഈ സിനിമ കണ്ടാൽ മനസ്സിലാവും, ഒരു സ്പോയിലറാണ്. ഈ സിനിമയുടെ ഒരു എന്തെങ്കിലും ഉണ്ട്, അത് പ്രേ സിനിമയുടെ ഡയറക്റ്റ് കണക്ഷൻ വരുന്ന ഒരു എന്തെങ്കിലും ഉണ്ടെന്ന്. ആൻഡ് ഇനി അടുത്തൊരു സിനിമ പ്രൊഡക്റ്റർ ബാഡ്ലാൻഡ്സ് എന്ന സിനിമ വരുന്നുണ്ട്. അതിനൊരു ടീസർ ഇപ്പം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു സിനിമയിലേക്കുള്ള ഒരു ടീസിംഗ് ആണ് ഈ ഒരു സിനിമ കാണിച്ചിട്ടുള്ളത്. ഇതൊരു സാധാ ആനിമേഷൻ മൂവി ആയിട്ട് തള്ളിക്കാണുന്ന സാധനമല്ല. അതിന് മുന്നത്തെ 4-5 പ്രൊഡക്റ്റർ മൂവീസ് ഒക്കെ ഉണ്ട് പണ്ടേ ഇറങ്ങിയത്, അതൊന്നും കാണുന്നില്ല. ഈ ഒരു പ്രേ എന്ന് പറഞ്ഞ സിനിമ മാത്രം നിങ്ങൾ കണ്ടാൽ മതി. ആ ഒരു പ്രേ എന്ന് പറഞ്ഞ സാധനത്തിൽ തന്നെ ഒരു പുതിയൊരു സ്റ്റോറി ലൈൻ തുടങ്ങുന്ന പോലെ കാണിച്ചിട്ടുള്ളത്. സോ ഇതൊരു സാധാ ആനിമേഷൻ മൂവിയാണ്, ഇത് കാണാണ്ട് വിടരുത്. ഇനി വരാൻ പോകുന്ന സിനിമേൻ്റെ ഒരു ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട് ഈ സിനിമയ്ക്ക്. ഇത് നിർത്തി വെച്ചത് അങ്ങനെ തന്നെയാണ്, കിഡിലും ക്ലിഫ് ആംഗിളാണ് നിർത്തിയിട്ടുള്ളത്. അത് കാണേണ്ട സംഭവം തന്നെയായിരുന്നു. സോ ഇതിൻ്റെ ആനിമേഷൻ സീക്വൻസിലാണ് ഞാൻ ഞെട്ടിപ്പോയത്. കിഡിലൻ ആനിമേഷനാണ്. അതായത് നെറ്റ്ഫ്ലിക്സ് ഇറങ്ങിയ സീരീസ് മൂവീസൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. ആർക്കെ എന്നുള്ള സീസൺ ഒരു കിഡിലൻ ആനിമേഷനുള്ള സീസൺ തന്നെയാണ്. അതേപോലെ തന്നെ നെറ്റ്ഫ്ലിക്സ് ഇറങ്ങിയ ഒരു സാധനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഈ സാധനം. സോ അങ്ങനത്തെ ഒരു വ്യത്യസ്ത ഗംഭീര ടൈപ്പ് ആനിമേഷൻ. ആൻഡ് ഇതൊരു R-rated സീരീസാണ്. സാധാ പോലെ എന്താ പറയുക, കുട്ടികൾക്ക് കാണുന്ന ആനിമേഷൻ മൂവിയാണ് വെച്ചിട്ട് കാണുന്നത്. ഈ ഒരു പ്രൊഡക്റ്റർ ഫ്രാൻചൈസ് ഒക്കെ കാണുന്നവർക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു ലെവലൊക്കെ. എൻ്റെ ഒരു ട്രെയിലർ ടീച്ചറൊക്കെ ഉണ്ട്, അതൊന്ന് കണ്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കുക. അതൊരു ഗംഭീര വയലൻസ് ആയിട്ടുള്ള ബ്രൂട്ടലായിട്ടുള്ള 5 സീക്വൻസ് ഉള്ള ഒരു സിനിമയാണ്. ഇതിനകത്ത് ഒരു വൈക്കിങ്ങിൻ്റെ ഒരു 1 ഷോട്ട് പരിപാടി ഉണ്ട്. ഒരു സിനിമ കാണുന്ന ഫീൽ ആയ സാധനം ശരിക്കും ഇരിക്കുക. ഒരു 1 ഷോട്ട് സീക്വൻസിൽ ഒരു സിനിമ എടുത്ത പോലെ ഒരു ആനിമേഷൻ സീക്വൻസ് ഉണ്ട് ഇതിനകത്ത്. ഒരു ഗംഭീര സാധനം ഇത്. ഒരു വൈക്കിംഗ് ആണ് ഫസ്റ്റത്തെ ഒരു സീക്വൻസിലാണെന്ന് മനസ്സിലാവും. ആൻഡ് ഈ 3 കാലഘട്ടം വേറെ വേറെ തിരിച്ച് വെറുതെ കാണിച്ചു പോലല്ല, അത് രണ്ടും കൂടി ബൈൻഡ് ആക്കിയിട്ട് നല്ലോണം ബ്ലെൻഡ് ആക്കിയിട്ട് ഈ സാധനം എന്ത് ചെയ്യുന്നൊരു വിധമുണ്ട്. അത് ഗംഭീരമാണ്. ആൻഡ് ഈ പ്രൊഡക്റ്റർ എന്ന് പറയുമ്പോൾ 3 ടൈമിലും 3 വ്യത്യസ്ത പ്രൊഡക്റ്ററാണ്. അത് ഈ പ്രയാണം പറഞ്ഞ സിനിമ നിങ്ങൾക്ക് കണ്ടാലും മനസ്സിലായി, ഇതും വ്യത്യസ്ത ഒരു പ്രൊഡക്റ്റർ തന്നെയാണ്. സോ ഒരു ആക്ഷൻ സൈഫൈ ആ ഒരു സാധനമൊക്കെ ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾ എന്തായാലും മിസ്സാക്കുക. ഒരു കിഡിലൻ സിനിമ തന്നെയാണ്. നല്ലിക്കൻ്റെ ആനിമേഷൻ സ്റ്റൈൽ, നല്ലിക്കൻ്റെ അതിൻ്റെ ഒരു സ്റ്റോറി മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഫസ്റ്റ് ഒരു ചെറിയ നെഗറ്റീവ് പറയാനുള്ള ഒരു ആനിമേഷൻ എന്ന് പറയുമ്പോൾ ചെറിയ ലാഗി ആയിട്ടുള്ള ആനിമേഷൻ. അതായത് ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെ ലാഗി ആയിട്ട് അതിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ പോകുന്നത്, അതിൻ്റെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ കണ്ടാൽ മനസ്സിലാവും. സോ അത് ഫസ്റ്റൊക്കെ ഞങ്ങൾക്ക് കാണുമ്പോൾ ഒരു കല്ലുകടിയായിട്ട് തോന്നാം, അപ്പോൾ പിന്നെ അതൊക്കെ സെറ്റ് ആയിക്കോളും. പിന്നെ ഈ സിനിമ കണ്ട് നിങ്ങൾ കണക്ട് ആയിക്കാൻ നിങ്ങൾ അത് മൈൻഡേ ചെയ്യില്ല. ഞാൻ ഫസ്റ്റ് എനിക്ക് അങ്ങനെയാണ്. പക്ഷേ സാധനം കാണാൻ തുടങ്ങി അതിൻ്റെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഒന്ന് കുറച്ചും കൂടി ലെവലാകാൻ തുടങ്ങിയാൽ മോനെ സാധനം പിടിച്ചാൽ കിട്ടില്ല. 1.5 മണിക്കൂറിലെ സാധനമുള്ളൂ. 1.5 മണിക്കൂർ കൊണ്ട് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ് കാണിക്കേണ്ട കാര്യങ്ങൾ കാണിച്ച് അല്ല എൻഗേജിങ് കൂടിയാണ് സാധനം പോയത്. ഫുള്ളായിട്ട് ആക്ഷൻ സീക്വൻസ് ഒക്കെയാണ്. പിന്നെ കഥ വാർച്ചലൊക്കെ കുറവാണ്. സോ അതുകൊണ്ട് നല്ല ഇരിക്കുന്ന രസമാണ്. തിയേറ്റർ വാച്ച് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് തരാൻ പറ്റിയ ഒരു സാധനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഒരു ആനിമേഷൻ ആയിട്ട് തള്ളിക്കാണെങ്കിൽ സാധനം കിഡിലെ ആക്ഷൻ സീക്വൻസ് ഉള്ള സാധനം. എസ്പെഷ്യലി ഇത് 3 ടൈം ലൈനിലുള്ള കൊണ്ട് തന്നെ 3 വ്യത്യസ്ത ലെവലിലുള്ള ആക്ഷൻ സീക്വൻസ് ആണ് ഇത് കാണിച്ചിട്ടുള്ളത്. ലാസ്റ്റ് ആ ഒരു പൈലറ്റിൻ്റെ ഒരു എപ്പിസോഡ് മോനെ ഒരു രക്ഷയില്ലാത്ത സാധനമാണത്. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സീക്വൻസ് ആയിട്ട് ഫീൽ ചെയ്തു. അത്ര മൂവീസ് സീസൊക്കെ നമ്മൾ മുന്നേ കണ്ടിട്ടുള്ളതാണ്, പക്ഷേ എന്നാലും കിഡിലെ സാധനം. സോ പ്രൊഡക്റ്റർ ഫ്രാൻചൈസ് ഫോളോ ചെയ്താൽ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് എനിക്ക് പറയാനുള്ളത്, ഈ പ്രൊഡക്റ്റർ കില്ലർ ഓഫ് കില്ലേഴ്സ്. ഇനി നിങ്ങൾക്ക് സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് സിനിമ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കണ്ടിരിക്കാം. കണ്ട ഒരു പ്രശ്നമൊന്നുമില്ല. വെറുതെ കാണുകയാണെങ്കിൽ വെറുതെ കാണാം. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സാധനം തന്നെ. ഈ പ്രൊഡക്റ്റർ സിനിമ ഒന്നും കണ്ടില്ലെങ്കിൽ ഇതൊന്നും കണ്ടു നോക്കുക, ഗംഭീര സാധനം തന്നെ. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു കണക്ഷൻ ഫീൽ ചെയ്യില്ല. മുന്നത്തെ പ്രേരണ സിനിമേൻ്റെ ഒരു സീക്വലായിട്ട് വരുന്ന ഒരു സീക്വൻസ് ഉണ്ട്, അത് നിങ്ങൾക്ക് തിരിയിടാന്നേ ഉള്ളൂ. വേറെ ഒരു പ്രശ്നമില്ല. അടുത്ത് വരാൻ പറഞ്ഞ പ്രൊഡക്റ്റർ ബാലൻസ് എന്ന സിനിമയുണ്ട്, അതിൻ്റെ അകത്ത് ഡയറക്റ്റ് കണക്ഷൻ കൊടുക്കാൻ പറ്റിയ സാധനം എൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട്. സോ നല്ല കിഡിലെ സിനിമ എന്തായാലും കാണുമെങ്കിൽ പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി.